റിപ്പോർട്ട് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM CPI സീറ്റ് വെച്ചു മാറ്റമില്ല. പറവൂർ സീറ്റിൽ CPI തന്നെ മത്സരിക്കും. സിറ്റിംഗ് സീറ്റുകളിൽ തന്നെ CPI മത്സരിക്കാൻ ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി. കണ്ണൂരിൽ ഒരു സീറ്റ് എന്ന CPI ആഗ്രഹവും നടന്നില്ല. CPI സ്ഥാനാർത്ഥികളെ നാളെ തീരുമാനിക്കും. പറവൂരിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്ന സൂചന നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലിസ്റ്റ് ആവട്ടെ അത്ര ഇംപ്രസീവുമല്ല. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രാഥമിക ലിസ്റ്റിൽ VD സതീശനെ നേരിടാൻ കെൽപ്പുള്ളവരായ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിച്ച കുറ്റം പറയാൻ പറ്റൂല. പക്ഷേ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ പറവൂരിൽ പ്രതീക്ഷിക്കണമെന്ന് CPI നേതൃത്വം പറയുന്നു. ഞെട്ടിക്കോ CPI? എന്തായാലും സീറ്റ് വെച്ചു മാറ്റമില്ല അല്ലേ? അരുൺകുമാർ, CPIM CPI സീറ്റ് ധാരണയായിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചയിൽ ഒരു സീറ്റും വെച്ചു മാറുന്നില്ല. കഴിഞ്ഞ തവണ CPI മത്സരിച്ച 25 സീറ്റിൽ തന്നെ ഇത്തവണയും മത്സരിക്കും. പറവൂര് CPIയുടെ കയ്യിൽ നിന്ന് വാങ്ങി കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന ആഗ്രഹം CPIM-നുണ്ടായിരുന്നു. പറവൂർ സീറ്റ് വിട്ടുകൊടുക്കാനുള്ള മനസ്സ് CPIക്കും ഉണ്ടായിരുന്നു. പക്ഷേ CPI പകരം ചോദിച്ച സീറ്റ് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ കേരള കോൺഗ്രസ് M മത്സരിക്കുന്ന സീറ്റാണ്. ആ സീറ്റിന് പകരം ഏത് സീറ്റ് കേരള കോൺഗ്രസ് M-ന് കൊടുക്കും എന്ന ചർച്ച വന്നപ്പോൾ അത് ഒരിടത്തേക്കും എത്തിയില്ല. ഇനി മൂവാറ്റുപുഴ സീറ്റ് കിട്ടുകയാണെങ്കിൽ പെരുമ്പാവൂർ കൊടുക്കാമെന്ന നിലപാട് കേരള കോൺഗ്രസ് M എടുത്തു. പക്ഷേ മൂവാറ്റുപുഴ CPI കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ എൽദോ എബ്രഹാം വിജയിച്ച ഒരു സീറ്റാണ്. ആ സീറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഫോർമുലയിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPI വന്നപ്പോൾ ആ ചർച്ചകൾ പൂർണ്ണമായും അടഞ്ഞു. ഇപ്പോൾ പറവൂരിൽ പറഞ്ഞു കേൾക്കുന്ന ദിനകരനാണെങ്കിലും മകനാണെങ്കിലും കമലാ സദാനന്ദനൊക്കെ ആണെങ്കിലും അത്ര വലിയ വിജയസാധ്യതയില്ല എന്ന് CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിയാം. അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ പറവൂരിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ജെനുവിനിറ്റി എത്രയുണ്ട് എന്ന് നമുക്ക് അടുത്ത ദിവസം മാത്രമേ അറിയാൻ സാധിക്കൂ. NM പിയേഴ്സൻ്റെയൊക്കെ പേരുകൾ കേട്ടിരുന്നു. അവരല്ല എന്ന് CPIM-ന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്. കുറച്ചുകൂടി കരുത്തനായ ഒരാളെ പ്രതീക്ഷിക്കാമെന്നാണ് അവർ പറയുന്നത്. നാളെ CPIയുടെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള ധാരണകളാകും. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ്, നിർവാഹക സമിതി യോഗങ്ങളുണ്ട്. പ്രഖ്യാപനം പിന്നീടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നാളെ 25 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും തീരുമാനിക്കും ആ പാർട്ടി. ഓക്കെ, താങ്ക് യു റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പറവൂരിൽ VD സതീശനെ നേരിടാൻ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് CPI പറയുന്നു. ആരാണ് സർപ്രൈസ് എന്നുള്ളതാണ്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പക്ഷേ അങ്ങനെ ആവാതിരിക്കട്ടെ.